സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിനൊരു ബെല്ലൈക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടും. ക്ലാസ് കാണാൻ വേണ്ടി നിങ്ങൾ പ്ലേലിസ്റ്റാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസ് ഓരോ ക്ലാസ്സും അതിൻ്റെ ടോപ്പിക് വൈസും കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഗ്രേഡ് 10 ലെസൺ 1 എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും കാണാൻ പറ്റും. വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ നമ്മുടെ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ 3 ഡയമെൻഷനിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം നമുക്കില്ലേ ഭയങ്കര കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ്. കൺഫ്യൂഷൻ വരും എന്നല്ല, അപ്പോൾ അതിന് ഞാനത് കൺഫ്യൂസ്ഡ് അല്ലാതിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളും ഇത് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. പിന്നെ ഞാൻ എടുക്കുന്നത് ടെക്സ്റ്റിൽ പറഞ്ഞ രീതിയിലല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആവുന്നുള്ളൊരു രീതിയിലാണ് ഞാനിപ്പോൾ പറയുന്നുണ്ടാവുക. ടെക്സ്റ്റിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പം ഞാനത് കുറച്ചൊന്ന് മാറ്റിയിട്ട് എൻ്റേതായ രീതിയിൽ നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള രീതിയിലാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ ഈ ക്ലാസ് എടുക്കുമ്പോൾ വെറുതെ ഇരിക്കാതെ ഒരു പെന്നും പേപ്പറും വെച്ചിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാവുന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ. അപ്പോൾ എന്താവും നിങ്ങൾക്കും അത് വായിക്കാനോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് പിന്നെയും എൻ്റെ ക്ലാസ് എടുത്ത് കാണണമെന്നില്ലല്ലോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക, കാര്യം മനസ്സിലാക്കുക, പഠിക്കുക, ടെക്സ്റ്റ് വായിക്കുക, കാര്യം കഴിഞ്ഞു. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ. നല്ലോണം ശ്രദ്ധിക്കണം. മനസ്സിലായിട്ടില്ലേ നിങ്ങൾ കമൻസിൽ വന്ന് പറയണം. ഇന്ന ഏരിയ ഒന്നുകൂടെ ഡിസ്ക്രൈബ് ചെയ്യണമെന്നാണ്. വി വിൽ ബി ഡിസ്കസിങ് മോർ ഓൺ ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ. 3 ഡയമെൻഷൻ എന്താ നിങ്ങൾക്കറിയാം? ഓൾ റിയൽ സ്ട്രക്ചേഴ്സ് അല്ലേ, എല്ലാ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ 3 ഡയമെൻഷനിലാണ്. കാരണം ഇതിൻ്റെ നമ്മളടുത്തേക്ക് ഫേസ് ചെയ്യുന്നത് എല്ലാ ആക്സിസിലും ഉള്ളത് കൊണ്ടാണ് പറയുന്നത് നമുക്ക് ഇവരെന്ത് പറയാം, 3 ഡയമെൻഷനൽ. ഇനി ദിസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. എങ്ങനെയാണ് 3 ഡയമെൻഷനിൽ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 2 ഡയമെൻഷനിൽ അല്ലേ, ഇതായിരുന്നു നമ്മുടെ 2 ഡയമെൻഷൻ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യുക. അതായത് ഇതൊരു പാർട്ടിക്കിൾസ് അല്ലേ, ഇപ്പോൾ പാർട്ടിക്കളുടെ മുകളിലൊന്ന്, ഇതിൻ്റെ മുകളിലൊന്ന്, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ മുകളിലേക്കായിട്ട് വരുത്തതാണ് 3 ഡയമെൻഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഓഫ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷനിൽ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ഒന്ന് സ്ക്വയർ ക്ലോസ് പാക്കിങ്ങും ഒന്ന് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും. അപ്പോൾ ഈ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൻ്റെ മുകളിൽ നമ്മൾ 3 ഡയമെൻഷനിലാക്കി വെക്കുമ്പോഴും ഹെക്സഗണലിലും ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ വി ആർ ഗോയിങ് ടു പാക്ക് in a 3-dimensional square, in a 2-dimensional square close packing. ഈ 2-dimensional square close packingനെ നമ്മളെങ്ങനെ 3 ഡയമെൻഷനിലാക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല, ഇതാണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യം. ഇതൊക്കെ എങ്ങനെ ഈ പാക്കിംഗ് ഒക്കെ കണ്ടുപിടിച്ചത്? അതായത് ഇപ്പം ക്രിസ്റ്റലോഗ്രാഫി അങ്ങനെ കുറേ ബ്രാഞ്ചസ് ഓഫ് സയൻസ് ഉണ്ട്, കെമിസ്ട്രിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഈ ഓരോ ക്രിസ്റ്റൽ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ അവർ കണ്ടു, ഇവരുടെ പാർട്ടിക്കിൾസ് ചിലത് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ക്രിസ്റ്റൽസ് കണ്ടു. പിന്നെ ചില ക്രിസ്റ്റൽസ് എടുത്തപ്പോൾ അവർ കുറച്ച് ഡിഫറെൻ്റ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞാനൊരു അറേഞ്ച്മെൻറ്റ് ചോദിക്കും, നിങ്ങളിരിക്കും അതെന്താ അവിടെ വെച്ചാൽ, നമ്മുടെ മനസ്സിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നുന്ന ക്വസ്റ്റൻ അത് എന്താ അവിടെ വെച്ചാൽ നമ്മൾ വെക്കണതല്ല, ഡിപ്പെൻസ്. അതായത് നമ്മൾ ഓരോ ക്രിസ്റ്റൽ എടുത്ത് പഠിച്ചപ്പം ഇത്രയും ടൈപ്സ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആണ് അവർ കണ്ടുപിടിച്ചത്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ എല്ലാ അറേഞ്ച്മെൻറ്റ്സിലേക്കൊന്നും പോകുന്നില്ല, നമുക്ക് പഠിക്കേണ്ട കുറച്ച് ക്രിസ്റ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ചില പാർട്ടിക്കിൾസ് ഇവിടെ വെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതെന്താ ഇപ്പോൾ ആ ഹോളിൽ വെച്ചാൽ, അങ്ങനെ ഒരു ക്വസ്റ്റ് ഓട്ടോമാറ്റിക്കായി നമ്മൾ മനുഷ്യന്മാർ വി വിൽ ബി തിങ്കിങ്. ബട്ട് നിങ്ങൾ അതല്ല ചിന്തിക്കേണ്ടത്. ഇതൊക്കെ ഓരോ ക്രിസ്റ്റലിൽ പഠിച്ചപ്പം ഇങ്ങനെ കണ്ടു, അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ അറേഞ്ച്മെൻറ്റ് വേണം. ഇതിങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ, കാരണം ഞാൻ പഠിക്കുമ്പോൾ എനിക്കും തോന്നും അതെന്താ അവിടെ വെച്ചാൽ, ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ വെക്കുന്നതോ അല്ലെങ്കിൽ ഈ ടെക്സ്റ്റുകാർ വെക്കുന്നതല്ല, ഇറ്റ് ഇസ് പ്യൂർലി ബേസ്ഡ് അപ്പോൺ ദി ക്രിസ്റ്റൽ സ്ട്രക്ചർ. ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ പഠിച്ചപ്പോൾ കണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ വിൽ ബി ഗോയിങ് വിത്ത് അവർ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ 3 ഡയമെൻഷനിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അതായത് 2 ഡയമെൻഷനിലെ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിനെ നമുക്ക് എങ്ങനെ 3 ഡയമെൻഷനിലേക്ക് മാറ്റാം എന്നുള്ളത്. നമുക്കല്ല ക്രിസ്റ്റൽ നോക്കി. അപ്പം നമ്മൾ ആദ്യം കണ്ടു അല്ലേ 2 ഡയമെൻഷൻ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഒന്ന് ആലോചിച്ച് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഒരു ലെയർ ഓഫ് ക്രിസ്റ്റൽസ് പാർട്ടിക്കിൾസ് ഇങ്ങനെ അറേഞ്ച്, അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇങ്ങനെ അറേഞ്ച് വന്നു. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞത്? അതായത് ഇതിലേതെങ്കിലും ഒരു പാർട്ടിക്കിൾ എടുത്തപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള പാർട്ടിക്കിൾസിനെ ജോയിൻ ചെയ്തപ്പോൾ വി ഗോട്ട് എ സ്ക്വയർ ടൈപ്പ് സ്ട്രക്ചർ. സോ വി കോൾ ഇറ്റ് എ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഇനിയിപ്പോൾ ഞാൻ 3 ഡയമെൻഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ, അടുത്ത ലെയർ ഞാനല്ല ക്രിസ്റ്റൽസിനെ ശ്രദ്ധിച്ചപ്പം ഈ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൻ്റെ തൊട്ട് മുകളിൽ, അതായത് ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒന്ന്, ഇതിൻ്റെ മുകളിൽ ഒന്ന്, അങ്ങനെ ജസ്റ്റ് സ്റ്റാക്കിങ് വൺ ഓവർ ദി അതർ
ഇതിൻ്റെ മുകളിൽ ഈ ഒരു ബേസിൻ്റെ മുകളിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് വൈ പ്ലേസിങ് ദ സെക്കൻഡ് സ്ക്വയർ ക്ലോസ് പാക്ക് ലെയർ, സെക്കൻഡ് ലെയർ ആണ് എബൌട്ട് ദി ഫസ്റ്റ്. വി ഫോളോ ദി സെയിം റൂൾ ദാറ്റ് വി ഫോളോഡ് വെൻ വൺ റോ വാസ് പ്ലേസ്ഡ് അഡ്ജസ്റ്റൻറ്റ് ടു, അതായത് നമ്മൾ ഫസ്റ്റ് പ്ലേസ് ചെയ്തപ്പോൾ തൊട്ടടുത്തല്ലേ വെച്ചു, അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരാളെ വെച്ചു, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരാൾ, അങ്ങനെ അടുപ്പിച്ചിട്ട് വെച്ചു. The second layer is placed over the first layer. The second layer is placed over the first layer such that the spheres of the upper layer are exactly above those of the first layer. അതായത് നമ്മൾ ഒരു ലെയർ വെച്ചപ്പം അത് ഞാനൊന്നിവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കണേ, ഇത് എനിക്ക് പഠിക്കുമ്പോൾ എനിക്ക് നല്ല കൺഫ്യൂഷനായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ കട്ടൊക്കെ ചെയ്തത്. ഇത് കട്ട് ചെയ്തത് വലിയ നീറ്റൊന്നും ആയിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. അതാണല്ലോ നമ്മുടെ ആവശ്യം. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പഠിക്കുമ്പോൾ അത് മനസ്സിലാവണം. അപ്പം ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. കാരണം ഇത്രയും സ്മോൾ ബോൾസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. വലിയ ബോളൊക്കെ വെച്ച് എടുക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നി. അപ്പോൾ ഇതായിരുന്നല്ലോ നമ്മുടെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് അല്ലേ, സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഞാനല്ല ക്രിസ്റ്റൽ പഠിച്ചപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് അടുത്ത ലെയറും വന്ന് കണ്ട. ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ ബോളായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യട്ടോ. ഇതിൻ്റെ മുകളിൽ തന്നെ അടുത്ത ലെയർ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ അടുത്ത ലെയറും ഇതാ ഈ പാർട്ടിക്കളിൻ്റെ മുകളിൽ. ബാക്കി എൻ്റെ ഗ്രീന് തീർന്നുകൊണ്ട് നമുക്ക് യെല്ലോ വയ്ക്കുക. സെയിം തന്നെ കേട്ടോ, സെയിം പാർട്ടിക്കിൾസ്. ഇതിൻ്റെ മുകളിൽ, ഇതിൻ്റെ മുകളിൽ, ഇതിൻ്റെ മുകളിൽ, ഇതിൻ്റെ മുകളിൽ, ഇതിൻ്റെ മുകളിൽ. തേർഡ് ലെയർ വീണ്ടും എങ്ങനെ വരും, വീണ്ടും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലായില്ല അതെന്താ ഇവിടെ വെച്ചാൽ, ഇവിടെ വെക്കാനിട്ടല്ല. എന്തുകൊണ്ടാണ്, പാർട്ടിക്കിൾസ് ഇങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് കണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ, അപ്പോൾ ഈ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിലൊന്നുമില്ല. ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയറിൻ്റെ മുകളിൽ തേർഡ് ലെയർ, അങ്ങനെ സെയിം ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് കണ്ടു അവിടെ, ഫസ്റ്റ് ലെയർ ഇസ് സെയിം ലൈക്ക് ദാറ്റ് ഓഫ് ദി സെക്കൻഡ് ലെയർ ഇസ് സെയിം ലൈക്ക് ദാറ്റ് ഓഫ് ദി തേർഡ് ലെയർ അല്ലേ, എല്ലാം ഒരുപോലെ. ദി സെക്കൻഡ് ലെയർ ഇസ് പ്ലേസ്ഡ് ഓവർ ദി first layer so that the spheres of the upper layer are exactly above those of the first layer. In this arrangement, the spheres of both the layers are perfectly aligned horizontally and vertically. കണ്ടല്ലോ അല്ലേ, horizontally vertically ഒക്കെ സെയിം അല്ലേ അവർ. If we place more layers one above the other, if the arrangement of spheres in the first layer is A type, ഞാൻ ഫസ്റ്റ് ലെയറിനെ എ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കാണിച്ച ഈ ഒരു ലെയറിലെ ഇതിൽ എ എന്ന് വിളിച്ചു. ഇതിൻ്റെ തൊട്ടും, അതായത് ഇതിപ്പോൾ ഇവിടെ ഞാൻ കാണിച്ച ഈ ഒരു ലെയറിൽ ഇത് ഫസ്റ്റ് ലെയറിനെ എ വിളിച്ചു. ഇതിൻ്റെ തൊട്ട് മുകളിൽ ഞാൻ വെച്ചാൽ അതും ആരെ പോലെ തന്നെ ഉണ്ട്, എനെ പോലെ തന്നെ. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, അതിൻ്റെ മുകളിൽ വീണ്ടും വെച്ചപ്പോൾ അതും എനെ പോലെ തന്നെ ഇല്ല. സോ വി ക്യാൻ കോൾ ദാറ്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ആസ് എ ടൈപ്പ് ഓഫ് 3-dimensional arrangement. നമ്മളിത് 2Dയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം എ ടൈപ്പ് ഓഫ് 3-dimensional arrangement. So if we place more layers one above the other, if the arrangement of the spheres in the first layer is called as A type, all layers have the same arrangement. Thus, this lattice has a type pattern. The lattice thus generated is simple cubic lattice. ഇത് നമ്മൾ കേട്ടൊരു വാക്കാണല്ലോ, ക്യൂബിക് ലാറ്റിസ് അല്ലേ, നമ്മൾ പഠിച്ചില്ലായിരുന്നു, ക്യൂബ് പോലത്തെ സ്ട്രക്ചർ. ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്സിൽ ഇസ് പ്രിമിറ്റീവ്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഇതാണിപ്പോൾ നമ്മൾ പറഞ്ഞ അതായത് ഇതൊരു ലെയർ. അതിൻ്റെ തൊട്ട് ബാക്കിൽ അതേപോലെ തന്നെ ലെയർ. നമ്മളിതിങ്ങനെ കാണിച്ചു, കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബുക്കിൽ ഇങ്ങനെയല്ല, എനിക്കിപ്പോൾ 3Dയിൽ കാണിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പേപ്പറിൽ വെച്ച് കാണിച്ചു. അപ്പോൾ ഈ ലെയർ ഇങ്ങനെ ലെയർ ചെയ്ത് വന്നപ്പം ഈ പാർട്ടിക്കിൾസിനെ ജോയിൻ ചെയ്തപ്പോൾ കണ്ടോ, ഓരോ പാർട്ടിക്കിൾസിൻ്റെയും ജോയിൻ ചെയ്തപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എ സിമ്പിൾ ക്യൂബ്. നിങ്ങൾ കാണുന്നുണ്ടാവും ടെക്സ്റ്റിൽ ഒരു ഓറഞ്ച് കളറിൽ ക്യൂബ് കാണുന്നുണ്ടോ ഇവിടെ, കണ്ടോ, it's like a simple cube. So this type of arrangement is known as simple cubic lattice. അപ്പം 3-dimensional a type of എന്താ പറയുക, simple cubic lattice, and its unit cell is primitive. Primitive എന്ന് പറഞ്ഞാൽ എന്താ, the particles are present at the corners. ഓർമ്മയുണ്ടല്ലോ, ഇതൊരു primitive unit cell ആണ്. കാര്യം മനസ്സിലായോ? വെരി സിമ്പിൾ. The 3-dimensional arrangement in square closed packing of 2-dimensional. And they're just stacking the second layer of the first layer. So we can, and above that we are placing again the third layer, or we can find that if we name the first layer as A, the second layer will be same like that of first layer, and the third layer is same like that of the first and second layer. So we can call it as A type of pattern. And the lattice thus generated is a simple cubic lattice, and its unit cell is primitive cubic unit cell. എന്താ പറയുക, primitive cubic unit cell. ക്ലിയർ ആവുന്നുണ്ടല്ലോ?
അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അതായത് അങ്ങനെ കാര്യമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഏരിയ വരുന്നതാണ് നമ്മുടെ അടുത്ത സെക്ഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നല്ലോണം ശ്രദ്ധിക്കുക. ബോറടിക്കുമ്പോൾ അപ്പം തന്നെ എന്ത് ചെയ്യണം, ഇത് ഓഫ് ചെയ്യുക. ഇത് ബോറടിക്കുമ്പോൾ പഠിക്കാൻ പറ്റിയൊരു സംഗതിയല്ല. നല്ല മനസ്സോടെ നല്ല ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. സോ വിൽ ഗോ ദ നെക്സ്റ്റ് ഏരിയ. പറയാൻ പോകുന്നത് നല്ലോണം ശ്രദ്ധിക്കുക. പിക്ചറൊന്നും നോക്കി എനിക്ക് തോന്നിയില്ല പെട്ടെന്ന് മനസ്സിലാവും, എന്നാലും നമുക്ക് നോക്കി നോക്കാം. So the 3-dimensional close pack structure from 2-dimensional hexagonal close pack structure. അതായത് 2-dimensional hexagonal close pack എങ്ങനെയാണെന്ന് മറന്നുപോയവർക്ക് പറഞ്ഞുതരാം. എങ്ങനെയായിരുന്നു hexagonal close packing? അതായത് ഫസ്റ്റ് ലെയർ ഇങ്ങനെ ഉണ്ടാവും, സെക്കൻഡ് ലെയർ എവിടെയാണ്, ഈ രണ്ടാൾക്കാർ ഉണ്ടാക്കുന്ന ഡിപ്രഷൻ്റെ മുന്നിൽ. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതിൽ 2 ടൈപ്പ് ഓഫ് വോയിഡ്സ് നിങ്ങൾക്ക് കാണാം അല്ലേ. ഒന്നെങ്ങനെയാതാ, ഒരു വോയിഡ് കണ്ടോ, ഈ ട്രയാങ്കിൾ ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ എപ്പെക്സ് ഉള്ളത്. ഈ വോയിഡ് നോക്കൂ, ഈ ട്രയാങ്കിളിൻ്റെ എപ്പെക്സ് എങ്ങോട്ടാ, താഴേക്ക് അല്ലേ. അപ്പോൾ 2 ടൈപ്പ് ഓഫ്, ഒരു വോയിഡ് ഇങ്ങനെയാണെങ്കിൽ ഒരു വോയിഡ് ഇങ്ങനെ തലകുത്തണം അല്ലേ. അങ്ങനെ 2 ടൈപ്പ് ഓഫ് വോയിഡ്സ് നമുക്ക് കാണുന്നുണ്ട്. ഇതാ നിങ്ങൾ നോക്കൂ, നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലായതാ. ഇവിടെ ഒരു ട്രയാങ്കിൾ ഇതാ ഇവിടെ ഇങ്ങനെ, അതിൻ്റെ നേരെ താഴെ നോക്കുക, അതിൻ്റെ ട്രയാങ്കിൾ ഇങ്ങനെയാണ്, ഒന്ന് ഇങ്ങനെയാണ്. ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് വോയിഡ്സ് ഉണ്ട്. ഇത് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഈ 2 വോയിഡ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമ്മൾ ഈ പറയാൻ പോകുന്ന 3-dimensional സ്ട്രക്ചറിൽ. അപ്പോൾ 3-dimensional close pack structure is developed by retaining the 2-dimensional hexagonal packing in the first layer. ഫസ്റ്റ് ലെയർ അപ്പോൾ ആരെ പോലെ ഉണ്ടാവും, ഇയാളെ പോലെ തന്നെ, അതായത് ഹെക്സഗണൽ പാക്കിംഗ്. ഇനി ഇതിൻ്റെ മുകളിൽ വെക്കുന്ന ലെയർ, ദ സെക്കൻഡ് ലെയർ ഇസ് പ്ലേസ്ഡ് ഓർ ഒബ്റ്റെയിൻഡ് ബൈ പ്ലേസിങ് ദ സ്ഫിയേഴ്സ് ഓവർ ദി ഹോളോ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് ലെയർ. ഫസ്റ്റ് ലെയറിൽ പ്രൊഡ്യൂസ് ചെയ്ത ഹോളോ ഇല്ല, ഫ്രീ സ്പേസ് ഇല്ലേ, അതിൻ്റെ മുകളിലാണ് നമ്മൾ സെക്കൻഡ് ലെയർ വെക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ കണ്ടില്ലേ, അപ്പോൾ ഇതിൽ 2 വോയിഡ് ഉണ്ട്, പക്ഷേ നമ്മൾ 2 എണ്ണത്തിലല്ല വെക്കുന്നത്, ഒന്നിൽ. അതായത് ഫസ്റ്റ് ജനറേറ്റ് ചെയ്ത് ഈ വോയിഡിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് വെക്കാൻ പോകുന്നത്, നമ്മുടെ നമ്മൾ വെക്കുന്നതല്ല കേട്ടോ, ക്രിസ്തൽ പഠിച്ചപ്പോൾ കണ്ടത് 2 ടൈപ്പിലാണ്. അപ്പോൾ ഇത് ഒന്ന് ഇങ്ങനെ വെക്കും. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. അതിനായിട്ട് ഞാൻ പ്രത്യേകം സ്പെഷ്യൽ പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിനും ഈ പിക്ചറിന് കുറേ പോരായ്മയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സർക്കിൾ കട്ട് ചെയ്ത് അത്ര കറക്റ്റൊന്നുമല്ല, ബട്ട് നമ്മുടെ ആവശ്യം നമുക്ക് മനസ്സിലാവും. സോ ദ സെക്കൻഡ് ലെയർ ഇസ് പ്ലേസ്ഡ് ഓർ ഒബ്റ്റെയിൻഡ് ബൈ പ്ലേസിങ്. അപ്പോൾ ഇവിടെ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ, ഇവിടെ ഒരു വോയിഡ് ഉണ്ട്, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ നോക്കിയതാ വേറെ ഒരു ഷേപ്പല്ല. അപ്പോൾ 2 ടൈപ്പ് ഓഫ് വോയിഡ്സ് ഉണ്ട്, ഈ ഹെക്സഗണൽ ഫ്രീ സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാനല്ലേ അറേഞ്ച്മെൻറ്റ്സിൽ ദ സെക്കൻഡ് ലെയർ ഇസ് പ്ലേസ്ഡ് ഓവർ ഈ ഒരു വേക്കൻറ്റ് സ്പേസ് ഇല്ലേ, അവിടെയാണ് വെക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നത് ശ്രദ്ധിക്കണം, അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ എന്നും ചെയ്യണ പോലെ തന്നെ നല്ലോണം മനസ്സിലാക്കണം കേട്ടോ. കാരണം ഇത്രയും നമ്മൾ പറഞ്ഞു തരുമ്പം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കതൊരു വലിയ, കാരണം ഇത് എനിക്ക് പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണത്. അപ്പം നമ്മളെന്താ ചെയ്യുന്നത്, ഫസ്റ്റ് ലെയറിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ വന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ ഡിപ്രഷനിലാണ് വെക്കുന്നത്, ഇവരെ രണ്ടാളെയും ഡിപ്രഷനിൽ. ദാറ്റ് ഡസ് നോട്ട് മീൻസ് ദറ്റ് നമ്മൾ ആ വോയിഡ് കവർ ചെയ്യുന്നില്ല. അവിടെയുള്ള ആ വോയിഡ് കണ്ടാ അതങ്ങനെ തന്നെ നിൽക്കും. ഇവരെ ഡിപ്രഷനിൽ വെച്ചിട്ട് ഞാനിത് ഫുള്ള് ഫില്ല് ചെയ്യുന്നില്ല എന്നല്ല, അങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കേട്ടോ. ഡിപ്രഷനിൽ നമ്മളങ്ങനെ വെക്കും. അപ്പോഴും നമുക്ക് കാണാം ഫസ്റ്റ് ലെയറിൻ്റെ ഒരിത്തിരി ഗ്യാപ്പ് കാണുന്നില്ലേ നിങ്ങൾ, ഇത് എൻ്റെ സർക്കിൾ അത്ര ഭംഗിയില്ലാത്തത് കൊണ്ടാണ് ആ ഗ്യാപ്പ് കാണുന്നത്. സോ വി ആർ കീപ്പിംഗ് ദി സെക്കൻഡ് ലെയർ ഓവർ ദി ഡിപ്രഷൻ ക്രിയേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ലെയർ. ഫസ്റ്റ് ലെയറിൻ്റെ ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താണ് നമ്മൾ സെക്കൻഡ് ലെയർ വെക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇത്രയേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ എന്താ വേണ്ടേ, ഇത് ഫസ്റ്റ് ലെയർ അല്ലേ, ഇത് ഫസ്റ്റ് ലെയർ. അതിൻ്റെ തൊട്ട് മുകളിൽ എങ്ങനെയാണ് ഞാൻ വെച്ച് ഇത് ഗ്യാപ്പ്, അവിടെ രണ്ടാൾ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ആ ഗ്യാപ്പിലാണ് ഞാൻ എന്ത് വെച്ചിരിക്കണത്, ഇത്. എന്നിട്ട് ഇവരെ രണ്ടാളെയും ഡിപ്രഷനിൽ വെച്ചു. ഇതാണ് എൻ്റെ സെക്കൻഡ് ലെയർ. ഓക്കെ, സെക്കൻഡ് ലെയർ. അപ്പോൾ ഇതിന് എ എന്ന് ഞാൻ പറയണു, ഇതിന് ബി, രണ്ടാളും 2 ഡിഫറെൻറ്റ്. ഇനി തേർഡ് ലെയർ പ്ലേസ് ചെയ്യുന്നതാണ് ഡിഫറെൻ്റ് ആയിട്ട് 2 രീതിയിലുണ്ട്. വി ക്യാൻ പ്ലേസ് ദ തേർഡ് ലെയർ ഇൻ ഡിഫറെൻറ്റ് വേ. എന്താണ് ഈ ഡിഫറെൻറ്റ് വേ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഐ ക്യാൻ പ്ലേസ് എറ്റ് ദ ഡിപ്രഷൻ ഓഫ് ദി, ഈ സെക്കൻഡ് ലെയർ ക്രിയേറ്റ് ചെയ്തൊരു ഡിപ്രഷൻ ഉണ്ടല്ലോ, ഈ സെക്കൻഡ് ലെയർ ഇതാ, ഇവർ രണ്ടാളും ടച്ച് ചെയ്തപ്പോൾ ഇവിടെ ഒരു ഡിപ്രഷൻ കണ്ടോ അല്ലേ, ഈ ഒരു ഡിപ്രഷൻ ഇവർ രണ്ടാളും ഈ രണ്ടാളും ഫോളോ ചെയ്തപ്പോൾ ഇവിടെ ഒരു ഡിപ്രഷൻ, ഇവർ രണ്ടാളും ഇവിടെ ഒരു ഡിപ്രഷൻ കണ്ടോ. ആ ഡിപ്രഷൻ്റെ മുകളിൽ ഞാൻ വെക്കുകയാണ് എൻ്റെ തേർഡ് ലെയർ ഐ എം കീപ്പിംഗ് എറ്റ് ദ ഡിപ്രഷൻ ക്രിയേറ്റഡ് ബൈ ദി സെക്കൻഡ് ലെയർ. അപ്പോൾ നിങ്ങൾ കാണും
സെക്കൻഡ് ലെയറിൻ്റെ ഡിപ്രഷനിൽ വെച്ചു, സെക്കൻഡ് ലെയറിൻ്റെ ഡിപ്രഷനിൽ വെച്ചു. ജസ്റ്റ് കീപ്പിംഗ് അറ്റ് ദി തേർഡ് ലെയർ അറ്റ് ദ ഡിപ്രഷൻ ക്രിയേറ്റഡ് ബൈ ദി സെക്കൻഡ് ലെയറിൻ്റെ ഡിപ്രഷൻ. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവർ രണ്ടാളും കൂടെ ഈ ഒരു പോയിന്റ് കണ്ടുണ്ടോ, ഈ രണ്ടാൾക്കാരും കൂടെ ഇവിടെ ഒരു ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്ത് കണ്ടോ, ഇതുണ്ടോ, ഇവർ രണ്ടാളും കൂടെ ഈ രണ്ടാൾക്കാരും ഇവിടെ. അപ്പോൾ ഞാൻ അവിടേക്കാണ് വെക്കുന്നത് അല്ലേ. അവരെ വെച്ചപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഇതിങ്ങനെ പോവുകയാണ്, ഡിപ്രഷൻ ക്രിയേറ്റഡ് ബൈ ദി സെക്കൻഡ് ലെയർ. ഞാൻ ഈ അടിയത്തെ ആൾക്കാരൊന്ന് എടുക്കുക കേട്ടോ. ഏത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് കണ്ടോ, എവിടെയാണ് ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ ദേ ആർ ജസ്റ്റ് എബവ് ദി ഫസ്റ്റ് ലെയർ. ഇവരെ രണ്ടാളെയും ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവരെ രണ്ടാളെയും ഡിപ്രഷൻ ഇതാണ്. ഈ ഡിപ്രഷനിൽ ഞാൻ വെച്ചിരിക്കുന്നത് നോക്കൂ, നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് ജസ്റ്റ് എബവ് ദി കണ്ടോ, താഴെ കിടക്കുന്ന ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫസ്റ്റ് ലെയർ എ ആണ്, സെക്കൻഡ് ലെയർ ബി ആണ്. അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ആരെ പോലെ തന്നെയാണ്? എനെ പോലെ തന്നെയാണ്. പിന്നെ ഞാൻ വെക്കുമ്പോൾ അടുത്തത് ഇതുപോലെ ഉണ്ടാവും, ബി പോലെ ഉണ്ടാവും. സോ if we are placing the first layer marked as A, placing the further layer in this manner, it will be found that the third layer ആണല്ലോ, third layer is the repetition of the first layer and the fourth layer is the repetition of the second layer. This will form a sequence of AB, AB, AB type arrangement, and this type of arrangement is called hexagonal close packing in 3 dimension. എന്താ പറയുക അതിന്? hexagonal close packing in 3 dimension. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് തന്നിട്ടുണ്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കൂ. അപ്പോൾ ഇതിൽ കാണുന്ന എക്സാമ്പിൾസ് ആണ് മെഗ്നീഷ്യം, മോളിബിഡ്നം, ബെറീലിയം, കൊബാൾട്ട്, സിങ്ക്. ഇപ്പോൾ മനസ്സിലായല്ലോ, അത് ഞാനല്ല കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് വെറുതെ പറയുന്നു, കെമിസ്റ്റുകളോ ഫിസിസ്റ്റോ ഒന്നും വെറുതെ പറയുന്നില്ല. ഇതിലൊക്കെ റീസൺ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ക്രിസ്റ്റൽസ് നോക്കിയപ്പം അവരെന്ത് കണ്ടു? ഫസ്റ്റ് ലെയർ ഹെക്സഗണൽ, തൊട്ട് മുകളിൽ എങ്ങനെയാണ് വെച്ചാൽ സെക്കൻഡ് ലെയർ ഇവരെ ഈ ഒരു ഗ്യാപ്പിൽ വെച്ചു. കണ്ടോ, ഇങ്ങനൊരു ഗ്യാപ്പിൽ വെച്ചു. തേർഡ് ലെയർ എവിടെ വെക്കുന്നതായിരുന്നു? വെക്കുന്നല്ല, 2 ടൈപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ തേർഡ് ലെയർ എങ്ങനെയാണ് വെച്ചിരുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന ഇപ്പോൾ നമുക്ക് യെല്ലോ വെച്ച് കാണിച്ചു തരാം. രണ്ടാമത്തെ ഇപ്പോൾ ഇയാളായിരുന്നു, ഇവിടെ നമ്മൾ ഈ ഡിപ്രഷനിൽ വെച്ചു, ഇവിടെ എങ്ങനെ വെച്ചു അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വന്നു, ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ മനസ്സിലാവാതിരിക്കരുത്. അത്രയും നമ്മൾ പറയുമ്പം ഇനി ഇതിലൊരു ഡൗട്ട് പാടില്ല. സെക്കൻഡ് ലെയർ ഇസ് പ്ലേസ്ഡ് ഇൻ ദ ഡിപ്രഷൻ ക്രിയേറ്റഡ് ബൈ ദി ഫസ്റ്റ് ലെയർ ആൻഡ് ദി തേർഡ് ലെയർ ഇസ് പ്ലേസ്ഡ് ജസ്റ്റ് എബവ് ദി ഡിപ്രഷൻ ക്രിയേറ്റഡ് ബൈ ദി സെക്കൻഡ് ലെയർ. സെക്കൻഡ് ലെയറിന് അപ്പോൾ കറക്റ്റ് അടിയിലാണ് വന്നിരിക്കണത് നോക്കുക, നമ്മുടെ താഴെ ഫസ്റ്റ് ലെയറിൻ്റെ ജസ്റ്റ് മുകളിലാണ്. സോ എ ബി. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സിമിലർ ലൈക്ക് ഓഫ് ദി second layer. So this type of arrangement is called AB type of arrangement, or it is also known as hexagonal close packing in 3 dimension. ഇനി അടുത്തതാണ് വരുന്നത്, അടുത്തത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇനി അപ്പോൾ ഇതിൽ 2 ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് കാണുന്നുണ്ട് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ. ഇപ്പം ഞാൻ പറഞ്ഞു എന്ത്, ഇവിടെ ഈ രണ്ടാളെയും ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ എന്ന് പറഞ്ഞാൽ അതിലൊരു മാറ്റമില്ല. ഈ തേർഡ് ലെയറിൽ പ്ലേസ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടാണ് 2 ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് വരുന്നത്. സെക്കൻഡ് ലെയർ എപ്പോഴും എങ്ങനെയാണ്, ഇവരെ ഈ ഡിപ്രഷനിൽ ഈ ഫസ്റ്റത്തെ ലെയറിൻ്റെ ഡിപ്രഷനിൽ എന്ത് വന്നിരിക്കുകയാണ് നമ്മൾ സെക്കൻഡ് ലെയർ, അതിലൊരു മാറ്റവും ഇല്ല കേട്ടോ. ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ 2 ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ലെയർ ഇസ് സെയിം ലൈക്ക് ഓഫ് ദാറ്റ് ഓഫ് ഹെക്സഗണൽ അറേഞ്ച്മെൻറ്റ്. ദി സെക്കൻഡ് ലെയർ ഇസ് ഓൾസോ ദി സെയിം. രണ്ടാളെയും സെക്കൻഡ് ലെയർ സെയിം ആണേ. വ്യത്യാസം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ലെയർ പ്ലേസ് ചെയ്യുന്നത്. അപ്പം സെക്കൻഡ് ലെയർ എങ്ങനെയാണ് പ്ലേസ് ചെയ്ത്? ദ ഡിപ്രഷൻ ക്രിയേറ്റഡ് ബൈ ദ ഫസ്റ്റ് ലെയറിൻ്റെ ഡിപ്രഷനിൽ കയറിയിട്ട് നമ്മൾ എന്ത് വെച്ചു, നമ്മുടെ സെക്കൻഡ് ലെയർ വെച്ചു. ഈ വോയിഡ് നമുക്ക് കാണണം കേട്ടോ, കാണണം എന്നല്ല, അങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ്. ഞാൻ പറഞ്ഞില്ല എൻ്റെ സർക്കിളുടെ ആ ഒരു ഡിഫറൻസ് കൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒരു വോയിഡ് ഇവിടെ ജനറേറ്റ് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ട്. ആ ഫസ്റ്റ് ലെയറിൻ്റെ ഒരു വോയിഡ് ഫ്രീ ആയിട്ട് കിടക്കുന്നത് കണ്ടോ. ഇനിയുള്ള അടുത്ത അറേഞ്ച്മെൻറ്റ് എവിടെയും അറിയോ, ഈ ഒരു വോയിഡ് കണ്ടില്ലേ, ആ വോയിഡിൻ്റെ മുകളിലാണ് തേർഡ് അറേഞ്ച് അൺഒക്യുപ്പൈഡ് വോയിഡ് ഓഫ് ദി ഫസ്റ്റ് ലെയർ. ആ വോയിഡ് ശരിക്കും ഫസ്റ്റ് ലെയറിൻ്റെ ഗ്യാപ്പല്ലേ, അപ്പോൾ അവിടെയാണ് വെച്ചിരിക്കുന്നത് കണ്ടോ.
ഇനി എന്താ ചെയ്യുന്നത്? ദ തേർഡ് ലെയർ ഇസ് പ്ലേസ്ഡ് ഓൺ ദി അൺഒക്യുപ്പൈഡ് വോയിഡ് ഓഫ് ദി ഫസ്റ്റ് ലെയർ. ഫസ്റ്റ് ലെയറിൻ്റെ ഒരു അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ളൊരു വോയിഡ് ഉണ്ട്, അതിൻ്റെ മുകളിലാണ് നമ്മുടെ തേർഡ് ലെയർ വെക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ താഴെ ഇങ്ങനെ വെക്കും. ഓക്കെ, ഇനി എന്താ വേണ്ടത്? തേർഡ് ലെയർ. അപ്പം തേർഡ് ലെയർ, ഫസ്റ്റ് ലെയർ എ, സെക്കൻഡ് ലെയർ ബി. തേർഡ് ലെയർ വളരെ ഡിഫറെൻ്റ് ആണ്. ഇവരെ മൂന്നാളി പോലെ ഇവരെ ഡിപ്രഷനിലല്ലേ, അതിന് സി എന്ന് പറഞ്ഞു. ഇനി എനിക്ക് ഫോർത്ത് ലെയർ ഞാൻ വെക്കാൻ പോകുന്നത് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിപ്രഷൻ്റെ മുകളിലാണ്. ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടാ, ഇവിടെ ഒരു ഡിപ്രഷൻ കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ. അതാരെ മുകളിലാന്ന് നോക്കി നോക്കിയേ, ജസ്റ്റ് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയാണ്. ഇനി ഇതൊന്ന് ഞാനൊന്ന് മാറ്റിത്തരാം. യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് സെയിം ലൈക്ക് ദാറ്റ് ഓഫ് അവർ താഴെ കിടക്കുന്ന എ. കണ്ട എ, അപ്പോൾ മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ ഇത്രയൊക്കെ ചെയ്തിട്ട്? സോ ഫസ്റ്റ് ലെയറിനെ നമ്മൾ എ എന്ന് പറഞ്ഞു, സെക്കൻഡ് ലെയറിനെ ബി എന്ന് പറഞ്ഞു, തേർഡ് ലെയർ സി, ഫോർത്ത് ലെയർ വീണ്ടും എന്താണ്? എ. അപ്പോൾ ഇതിനെ നമുക്ക് പറയാം എ ബി സി ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? സെക്കൻഡ് ലെയറിന് രണ്ടാളിൽ ഒരു മാറ്റമില്ല. വി ആർ കീപ്പിംഗ് അറ്റ് ദ വോയിഡ്സ് ക്രിയേറ്റഡ് ബൈ ദ ഫസ്റ്റ് ലെയർ. തേർഡ് ലെയർ നമ്മൾ എവിടെ വെക്കുന്നു വെച്ചപ്പോൾ നമ്മൾ അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ളൊരു വോയിഡ് അതിൻ്റെ മുകളിലാണ് വെച്ചത്. അപ്പം എ ബി സി ടൈപ്പ്. ഫസ്റ്റ് നേരത്തെ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ നമ്മൾ എന്താ കണ്ടത്? സെക്കൻഡ് ലെയർ ക്രിയേറ്റ് ചെയ്ത വോയിഡ്സിലായിരുന്നു നമ്മൾ വെച്ച്. ഇതിലെങ്ങനെയാണ്? ഫസ്റ്റ് ലെയറിൽ ക്രിയേറ്റ് ചെയ്ത വോയിഡ്സിൽ. അപ്പോൾ നമ്മൾ നോക്കാം. ഇൻ ദിസ് ടൈപ്പ് ഓഫ് പാക്കിംഗ്, ദി സ്പിയേഴ്സ്, ദ തേർഡ് ലെയർ ആർ പ്ലേസ്ഡ് ഇൻ ദ voids of the first layer not occupied by the second layer. In the further layer are added, it will be found that the fourth layer is the repetition of the first layer, fifth layer is the repetition of the second layer. So this form is known as ABC type of arrangement, or this type of, very important, is this type of close packing is called as CCP arrangement or cubic close packing. It is found that there is a sphere at the center of each face. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു ഇതിൽ ഓരോ ഫേസിലും ഓരോ സ്പിയേഴ്സ് ഉണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്. ആൻഡ് ഹെൻസ് ദിസ് അറേഞ്ച്മെൻറ്റ് ഇസ് ഓൾസോ നോൺ ആസ് FCC. നമുക്കറിയാലോ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്. ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് എന്ന് പറഞ്ഞാൽ ഇൻ എ ക്യൂബിക് സ്ട്രക്ചർ ഈച്ച് പാർട്ടിക്കിൾ വിൽ ബി പ്രസൻറ്റ് അറ്റ് ദി ഫേസ് ഓഫ്, അല്ലേ, ഓരോ ഫേസിൻ്റെയും സെൻറ്ററിൽ ഉണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ പറയും ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ഇൻ 3 dimension. ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ഇൻ 3 dimension എന്നും പറയും. ഇതിന് വേറൊരു പേരാണ് FCC. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾ നല്ലോണം മനസ്സിൽ വെക്കേണ്ട കാര്യം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്. 3 dimension സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിന് ഞാൻ പറയില്ല, കാരണം അത് സിമ്പിളാണ്. 3 dimension നമ്മൾ എന്താണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ ആദ്യം 2 dimensionൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇതിൻ്റെ 2 ടൈപ്പ് ഓഫ് വോയിഡ്സ് ഉണ്ട്, അല്ലേ, അതൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ സെക്കൻഡ് ലെയർ എങ്ങനെയാണ് പറയുന്നത്? ജസ്റ്റ് കീപ്പിംഗ് ദി ഡിപ്രഷൻ ഓഫ് ദി ഫസ്റ്റ് ലെയർ. അത് തന്നെയാണ് രണ്ടാളെ കേസിലും. ദെൻ ഇനി തേർഡ് ലെയർ വെക്കുന്നത് 2 തരത്തിൽ വെക്കാം. വി ക്യാൻ കീപ് ദ തേർഡ് ലെയർ ഓർ വി ക്യാൻ അറേഞ്ച് ദ തേർഡ് ലെയർ ഇൻ 2 different ways based upon the arrangement. There are 2 types of arrangement in hexagonal close packing. In the first case, that is the third layer is placed at the depression created by the second layer, and this type of arrangement we can see that AB, what we find is AB type of arrangement. It is also known as AB type of arrangement, that the third layer will be exactly same as that of the first layer, and this is also known as hexagonal closed pack structure in 3 dimension. Example: magnesium, molybdenum, beryllium, cobalt, zinc, etc. Then cubic close packing in 3 dimensionൽ തന്നെയാണ് hexagonal close packingൻ്റെ ഞാൻ പറഞ്ഞ തേർഡ് അറേഞ്ച്മെൻറ്റ്, ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റിന്. First 2 layers same ആണ്. First layer hexagonal, second layer is created on the depression of the first layer, and the third layer is placed at the depression of the first layer. ഫസ്റ്റ് ലെയറിൻ്റെ അൺഒക്യുപ്പൈഡ് ഡിപ്രഷൻ ഉണ്ട്. അൺഒക്യുപ്പൈഡ് ഞാൻ കാണിച്ചു തന്നു കേട്ടോ. അൺഒക്യുപ്പൈഡ് ഡിപ്രഷൻ ഓഫ് ദി ഫസ്റ്റ് ലെയറിലാണ് എന്ത് വെക്കേണ്ടത്? നമ്മൾ തേർഡ് ലെയർ. So we can see the arrangement of the ABC. If we keep the fourth layer, it will be exactly same as that of the first layer. First layer പോലെ തന്നെ. So this type of arrangement is called ABC, or this is also known as cubic close packing in 3 dimension. Cubic close packing in 3 dimension ആണ്. നമ്മൾ 2 dimensionൽ വേറെ കണ്ടിട്ടുണ്ട്, അല്ലേ? മീൻ 3 dimensionൽ സ്ക്വയർ ക്ലോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ഇൻ എന്താണ് നമ്മുടെ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ നിങ്ങൾ കണ്ടു. ദെൻ FCC arrangement in hexagonal close. ഇതിന് നമ്മൾ FCC arrangement എന്നും പറയും. എന്തുകൊണ്ടാണ്? ഇതിൽ ഓരോ പാർട്ടിക്കിൾസ്, അതായത്
ഇതിൻ്റെ particles apart from the corners we can see the particles at the faces of each cube. So it is also known as FCC arrangement. Iron, nickel, copper, silver, gold form CCP. ഇനി ഇവരെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇവരെ പാക്കിംഗ്, അതായത് എത്രയും കൂടുതൽ പാർട്ടിക്കിൾസ് അടുപ്പിച്ച് നിൽക്കുന്നു അത്രയും സ്റ്റേബിൾ ആയിരിക്കും സോളിഡ് എന്ന് പറയും. സോ ഇൻ ദിസ് മെത്തേഡ് ഓഫ് HCP ആൻഡ് CCP പാക്കിംഗ് പാറ്റേൺ ആർ ഈക്വലി എഫിഷ്യൻറ്റ്. നമ്മൾ കണ്ടല്ലോ അടുപ്പിച്ചടുപ്പിച്ചാണ് പാർട്ടിക്കിൾ. ഇൻ ബോത്ത് ദ കേസസ് 74% ഓഫ് ദ അവൈലബിൾ സ്പേസസ് ആർ ഒക്യുപ്പൈഡ് ബൈ ദ സ്പിയേഴ്സ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ്. ഓൾമോസ്റ്റ് 74%ഉം പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. ഓൺലി ഒരു 26% എംപ്റ്റി സ്പേസ് ഉള്ളൂ. In both the cases, each sphere is surrounded by 6 other spheres. ഓരോ കേസിലും ഓരോ സ്പിയറും 6 other സ്പിയറിനായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. അതായത് 3 സ്പിയേഴ്സ് ഇൻ ദ അപ്പർ ലെയർ ആൻഡ് 3 സ്പിയേഴ്സ് ഇൻ ദ ലോവർ ലെയറിലുണ്ട്. അങ്ങനെ ഓൾ ടുഗെദർ ദർ ആർ 12. അതായത് ഓരോ പാർട്ടിക്കിൾസും 12. നമുക്ക് ഓൾറെഡി അറിയാം ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ 6 ആണ് കോർഡിനേഷൻ നമ്പർ. ഇനി ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട്, ഇതിൻ്റെ താഴെ. അങ്ങനെ വരുമ്പോൾ ഓൾ ടുഗെദർ 12 ആണ് ഇവരെ കോർഡിനേഷൻ സ്ട്രക്ചർ. ദോസ് ആർ ഇൻ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇൻ 3-dimension structure the coordination number is 12. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് നോക്കി നോക്കൂ. ഇതിൽ പല രീതിയിലാണ് കൊടുത്തത്. ഇതും എളുപ്പമായിട്ടോ, എളുപ്പമല്ല എന്നല്ല ഞാൻ പറയണേ, ബട്ട് ഞാൻ എൻ്റേതായ രീതിയിൽ നോട്ട്സൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്തത്. പിന്നെ നെക്സ്റ്റ് കാര്യത്തിലാണ് നമ്മൾ ഈ വോയിഡ്സിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ്സിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ, ഇതിപ്പോൾ ഞാൻ ഇവിടെ കയറി ടെട്രാഹൈഡ്രൽ, ഒക്ടാഹൈഡ്രൽ വോയിഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറേ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാൻ അതിനും ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു രീതിയിൽ പറഞ്ഞത്. അപ്പോൾ ഈ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളെടുത്ത് ടെക്സ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂസ്ഡ്. അപ്പോൾ ബെറ്റർ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ഇത് മനസ്സിലായി ഇതൊന്ന് പഠിച്ച് വെക്കുക, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ വോയിഡിനെ പറ്റി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലബ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ എളുപ്പം. സോ നമ്മൾ വോയിഡ്സിനൊക്കെ പറ്റി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. പിന്നെ ഇന്നും പറയുന്ന പോലെ നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ കമൻസിൽ ഇട്ടോളൂ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.